കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ 4 മണിക്ക് മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. അതാ ശ്രീലകത്തെല്ലാം നെയ്വിളക്കെല്ലാം നിറഞ്ഞു കത്തുന്നുണ്ട്. നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനതാ പുഞ്ചിരി തൂക്കി നിൽക്കുന്നു. വളരെ വളരെ സന്തോഷത്തിലാണ്. മുഖഭാവം കണ്ടാൽ അറിയാം. കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി, നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. മാറത്ത് ഒരു സ്വർണ്ണത്തിലകവും വീതി കൂടിയ ഒരു സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു ചുവന്ന പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട്. സ്വർണ്ണ കിരീടം ചാർത്തി, കിരീടത്തിന്മേൽ തിരുമുടിമാലകളും വനമാലകളും ചാർത്തിയിരിക്കുന്നു. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം നട തുറന്ന സമയത്ത് കണ്ട ഭക്തന്മാരെല്ലാവരും ആ നാരായണ നാമം ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ആ സോപാനപ്പടിയുടെ അടുത്ത് നിന്ന് ഒരു നിമിഷം കണ്ണനെ നല്ല പോലെ കണ്ട് ആ കണ്ണനോട് പ്രാർത്ഥിച്ച് ആ കണ്ണനെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണു, പ്രാർത്ഥിക്കണു. കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ടാവും. ആ കണ്ണൻ്റെ രൂപം, ആ സച്ചിദാനന്ദ കട്ടയുടെ രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ കുടിയിരുത്തി ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനൊന്ന് താലോലിച്ച് ആ കണ്ണനൊരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം, പ്രാർത്ഥിക്കാം. കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും എല്ലായ്പ്പോഴും ഉണ്ടാകും. യാതൊരു സങ്കോചവും കൂടാതെ നല്ല ശുദ്ധമായ മനസ്സോടുകൂടി സ്നേഹത്തോടുകൂടി ആ കണ്ണനെ വിളിച്ചോളൂ. നാരായണ 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 നാരായണ. യാതൊരു സങ്കോചമില്ലാതെ വിളിച്ചു കഴിഞ്ഞാൽ, ആ സ്നേഹത്തോടു കൂടി വിളിച്ചു കഴിഞ്ഞാൽ കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി 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 വരും. നമ്മുടെ അടുത്ത് വന്ന് വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും. അതുറപ്പാണ്. വിശ്വാസത്തോടു കൂടി ജപിച്ചോളൂ, സ്നേഹത്തോടു കൂടി ജപിച്ചോളൂ. നാരായണ 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 നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയമന്ത്രം എല്ലാവരും എല്ലായ്പ്പോഴും ദിവസേന ഒരു ഉപാസന എന്നുള്ള നിലയ്ക്ക് ചൊല്ലേണ്ടതാണ്. ആയുരാരോഗ്യ സൗഖ്യം, സർവസമ്പൽ സമൃദ്ധി, ഐശ്വര്യം, സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് എന്നിവ ഉണ്ടാകുന്നതാണ്. ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന് ഈ കലികാലത്ത് ഭക്തന്മാർക്ക് ജപിക്കുവാൻ വേണ്ടിയിട്ട് തന്ന മന്ത്രമാണ്. ഒരു സങ്കോചവും കൂടാതെ ജപിച്ചോളൂ. അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടും, കിട്ടാതിരിക്കില്ല, അതുറപ്പാണ്. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ. കണ്ണന് ഇന്ന് ഉദയാസ്തമന പൂജ ഉണ്ട്. കുറേ ദിവസങ്ങളായിട്ട് ഉദയാസ്തമന പൂജ ഇല്ലാത്തതാണ്. ഇന്ന് ഉദയാസ്തമന പൂജ ആരംഭിക്കുന്നതാണ്. ഇന്ന് രാവിലത്തെ നേരം 7 മണിക്ക് ശേഷം, ശിവേലിക്ക് ശേഷം ഭഗവാന്റെ ഉദയാസ്തമന പൂജ ആരംഭിക്കുന്നതാണ്. നാരായണ നാരായണ നാരായണ.